അളകനന്ദയുടെ ബോഡി വളരെ വീക്കാണ്. ഈ കുട്ടി എന്താ ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ? ഡോക്ടറുടെ ചോദ്യം കേട്ട ആയുഷ് ചൊളിഞ്ഞ മിഴികളോടെ അളകയെ നോക്കി. അവൻ്റെ നോട്ടത്തെ നേരിടാനാകാതെ അവൾ മിഴികൾ താഴ്ത്തി. നന്ദ, ഡോക്ടർ ചോദിച്ചത് കേട്ടില്ലേ? മറുപടി പറയ്. എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. അളക പതിയെ മറുപടി പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കലാണോ അതിന് പ്രതിവിധി? നീ ഇതൊന്നും അറിഞ്ഞില്ലേ ആയുഷ്? അതോ നിങ്ങൾ ഒരുമിച്ചല്ലേ? ഡോക്ടറുടെ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോയ അവൻ ഒരു നിമിഷം നന്ദയെ ഒന്ന് നോക്കി. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി എൻ്റെ വീട്ടിലായിരുന്നു. ഡെയിലി ഞങ്ങൾ ഓഫീസിൽ വെച്ച് കാണുന്നുണ്ട്. അപ്പോഴൊന്നും സുഖമില്ലാത്ത വിവരം നന്ദ എന്നോട് പറഞ്ഞില്ല. പിന്നെ ഈ ആഴ്ച ഓഫീസിൽ കുറച്ച് വർക്കിംഗ് പ്രഷർ കൂടുതലുള്ള സമയമായിരുന്നു. അതുകൊണ്ട് ഞാനിവളെ കാര്യമായി ശ്രദ്ധിച്ചതുമില്ല. ആയുഷ് അത് പറയുമ്പോൾ വാക്കുകളിൽ നേരിയ കുറ്റബോധമുണ്ടായിരുന്നു. അളകനന്ദയ്ക്ക് പീരിയോഡ്സ് റെഗുലറാണോ? അവൾ ഒരു ഞെട്ടലിൽ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. റെഗുലറാണ്. 28 ആവില്ല. അതിനു മുൻപേ. ഈ മാസം മെൻസസ് ആയ ഡേറ്റ് ഏതാ? ഈ മാസം പീരിയഡ്സ് ആയില്ലല്ലേ? ഒരു പുഞ്ചിരിയോടെ ചോദിക്കുന്ന ഡോക്ടറെ നോക്കി അവൾ തലവിലങ്ങനെയാട്ടി. ഇല്ലെന്ന അർത്ഥത്തിൽ. പീരിയഡ്സ് തെറ്റിയിട്ട് എത്ര ദിവസമായി? 3 ആഴ്ച. തലകുനിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു. അല്പസമയം അളകയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നതിന് ശേഷം എലിസബത്ത് ആയുഷിന്റെ നേർക്ക് തിരിഞ്ഞു. എൻ്റെ സംശയം ശരിയാണെങ്കിൽ നിനക്കൊരു ജൂനിയർ വരാൻ പോകുന്നു. ജൂനിയർ ആയുഷ് കൃഷ്ണ. അളകനന്ദയുടെ ബോഡി കുറച്ച് വീക്കാണ്. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കിടക്കട്ടെ. ട്രിപ്പൊക്കെ കയറ്റിയാൽ ആൾ ഓക്കെ ആവും. അപ്പോഴേക്കും നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യാം. പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത കേട്ടതുകൊണ്ടാകാം ആയുഷിന്റെ മുഖം വിവരണമായത്. അവൻ അത്ഭുതത്തോടെ അടുത്തിരിക്കുന്ന അളകയെ നോക്കി. അവളപ്പോഴും മുഖം താഴ്ത്തി തന്നെ ഇരിപ്പാണ്. എന്താ, അഡ്മിറ്റ് ചെയ്യില്ലേ? ഡോക്ടർ ആയുഷിനോട് തിരക്കി. ഓക്കെ. എലിസബത്തിനോട് മറുപടി പറയുന്നുണ്ടെങ്കിലും ആയുഷിന്റെ നോട്ടം മുഴുവൻ അളകയിലേക്കാണ്. ആയുഷ്, ഞാൻ അഡ്മിഷൻ എഴുതുന്ന സമയം കൊണ്ട് നീ പോയി റൂം ബുക്ക് ചെയ്തിട്ട് വാ. അതോടെ ആയുഷ് എഴുന്നേറ്റ് റിസപ്ഷനിലേക്ക് നടന്നു. ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തിയതിനു ശേഷം ജോണും ആമിയും ഹോസ്പിറ്റലിനുള്ളിലേക്ക് നടന്നു. ആയുഷിനെ വിളിച്ചപ്പോൾ 2nd ഫ്ലോറിലാണെന്നും റൂം നമ്പർ 245 ആണെന്നും അവൻ പറഞ്ഞിരുന്നു. എന്തു പറ്റി അച്ചു മോൾക്ക്? ഡോക്ടർ എന്താ പറഞ്ഞത്? റൂമിലേക്ക് കടന്നതും ജോൺ ചോദിച്ചു. ബെഡിൽ തളർന്നു കിടക്കുന്ന മകളെ കണ്ടതും ആമിയുടെയും ജോണിന്റെയും ഹൃദയം ഒരുപോലെ നൊന്തു. നിറഞ്ഞ മിഴികളോടെ ആമി അവളുടെ ഞരമ്പിലൂടെ കയറുന്ന ഗ്ലൂക്കോസിലേക്ക് നോക്കി നിന്നു. ജോൺ അവളുടെ അരികിൽ ഇരുന്നു കൊണ്ട് മുടിയിലൂടെ തഴുകി. അടഞ്ഞ കൺപോളകൾ വലിച്ചു തുറന്നു നോക്കിയതും വേദനയോടെ അരികിലിരിക്കുന്ന പപ്പയെ കണ്ടവൾ പുഞ്ചിരിച്ചു. എന്നാൽ ജോണിന് പിറകിലായി മിഴികൾ നിറച്ചു നിൽക്കുന്നയാളെ കണ്ടതും നന്ദയുടെ മുഖം വല്ലാതെ ഇരുണ്ടുപോയി. വാശിയിലെന്ന പോലെ അവൾ മുഖം മറുഭാഗത്തേക്ക് തിരിച്ച് മിഴികൾ അടച്ചു കിടന്നു. ആമിക്ക് ആ അവഗണന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ജോൺ ആമിയുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ ചിമ്മി കാണിച്ചു. അളകയുടെ പ്രവൃത്തി ആയുഷിലും നീരസമുണർത്തിയിരുന്നു. എങ്കിലും ഇക്കാര്യത്തിൽ താൻ ഇടപെടേണ്ടതില്ലെന്ന് അവൻ തീരുമാനിച്ചു. അമ്മയും മകളും തമ്മിലുള്ള പിണക്കം അവർ തന്നെ തീർക്കട്ടെ. അധികകാലം ഒന്നും ചിറ്റയിൽ നിന്നും മുഖം തിരിക്കാൻ നന്ദയ്ക്ക് കഴിയില്ലെന്ന് ആയുഷിനറിയാം. ചിറ്റയിരിക്ക്, അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുറച്ചു ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്തതിൻ്റെതാണ്. ആയുഷ് പറഞ്ഞത് കേട്ട് ജോൺ അളകയുടെ മുഖത്തേക്ക് നോക്കി. അതെന്താ ഭക്ഷണം കഴിക്കാതിരിക്കാൻ? മോൾക്ക് എന്തെങ്കിലും വല്ലായിക ഉണ്ടായിരുന്നോ? പപ്പയോട് എന്തേ പറയാതിരുന്നത്? എന്താ അച്ചു, മോൾക്ക് എന്താ പറ്റിയത്? ഡോക്ടർ എന്താ പറഞ്ഞത്? ആയുഷ് ജോണിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ഒരുങ്ങുമ്പോഴാണ് വാതിൽ തുറന്ന് എലിസബത്ത് കയറി വന്നത്. അതോടെ ജോൺ വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റു. എലിസബത്ത് അളകയുടെ അടുത്ത് വന്ന് പൾസ് നോക്കിയതിന് ശേഷം ആയുഷിന് നേർക്ക് തിരിഞ്ഞു. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ആയുഷ് കൃഷ്ണ. എൻ്റെ ഊഹം തെറ്റിയില്ല. തനിക്കൊരു ജൂനിയർ വരാൻ പോകുന്നു. തൻ്റെ നേർക്ക് വലതുകരം നീട്ടിപ്പിടിച്ചു നിൽക്കുന്ന എലിസബത്തിന്റെ കൈയിലേക്ക് കൈ ചേർത്ത് വയ്ക്കുമ്പോൾ ആയുഷിന്റെ മുഖം സന്തോഷത്താൽ വിടർന്നിരുന്നു. ആ വാർത്ത ശ്രവിച്ച മറ്റ് 2 പേരിലുമുണ്ടായി ആ സന്തോഷത്തിന്റെ അലകൾ. അളക മാത്രം മിഴികൾ അടച്ചു കിടന്നു. ഇത് അളകനന്ദയുടെ അമ്മയായിരിക്കുമല്ലേ? നല്ല മുഖച്ഛായ ഉണ്ട്. എലിസബത്ത് ആമിയുടെ നേർക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, അതമ്മയും ഇത് അവളുടെ പപ്പയുമാണ്. ആയുഷ് ജോണിന്റെ നേർക്ക് കൈ ചൂണ്ടി പറഞ്ഞു. എലിസബത്തിന്റെ ശ്രദ്ധ ജോണിലേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് സംശയത്താൽ അവരുടെ മിഴികൾ ഒന്ന് ചുളിഞ്ഞു. അളകനന്ദയുടെ പപ്പയാണോ? എന്താ പേര്? ജോൺ സാമുവൽ. ഗാംഭീര്യമാർന്ന സ്വരത്തിൽ ജോൺ പറഞ്ഞു. എവിടെയോ കണ്ടു മറന്ന പോലെ ഈ മുഖം എനിക്ക് നല്ല പരിചയമുണ്ട്. എവിടെയാ വീട്? ഉള്ളിലെ സംശയം തീർക്കാനെന്നവണ്ണം അവൾ ചോദിച്ചു. എൻ്റെ സ്വന്തം വീട് കൊടുങ്ങല്ലൂർ. ഞാനിപ്പോൾ താമസിക്കുന്നത് മുണ്ടൂരിനടുത്ത് കൈപ്പറമ്പ്. എന്നെ അറിയാൻ ചാൻസ് കുറവാ. വർഷങ്ങളായി ഞാൻ ദുബായിലായിരുന്നു. ജോണിന്റെ മറുപടിയിൽ എലിസബത്തിന്റെ മനസ്സിലെ സംശയങ്ങളൊക്കെ നീങ്ങി. അപ്പോൾ വിചാരിച്ച ആൾ തന്നെ, സാമിൻ്റെ ഇളയപ്പൻ.
ഇളയപ്പൻ്റെ പ്രണയത്തെക്കുറിച്ചും അവരുടെ സുന്ദരിയായ ഭാര്യയെക്കുറിച്ചും അതിലും സുന്ദരിയായ മകളെക്കുറിച്ചും സാം പറഞ്ഞ കഥകൾ ആ നിമിഷം ഓർത്തു എലിസബത്ത്. അപ്പോൾ സാമിൻ്റെ സിസ്റ്ററെ കല്യാണം കഴിച്ച ആ മുന്തിയ ബിസിനസ്സുകാരൻ ഇവനാണല്ലേ? എലിസബത്ത് ഒരു ഇളിഞ്ഞ ചിരിയോടെ ആയുഷിനെ നോക്കി. ആ ചിരിയിൽ എന്തോ ഒരു പന്തികേടുള്ളതായി ആയുഷിന് തോന്നാതിരുന്നില്ല. നിന്റെ മുഖത്തെന്താ ഒരു ചിരി? ആയുഷ് സംശയരൂപേണ ചോദിച്ചു. ഞാൻ വെറുതെ. ഡോക്ടർ എലിസബത്ത് അളകയുടെ അരികിലേക്ക് നീങ്ങി നിന്ന് അവളെ പരിശോധിച്ചു. ആൾക്ക് നല്ല ക്ഷീണമുണ്ട്. നാളെ എന്തായാലും നമുക്കൊന്ന് സ്കാനിങ് ചെയ്തു നോക്കാം. അതിനുശേഷം പോയാൽ പോരെ? എലിസബത്ത് ജോണിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തായാലും ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായില്ലേ, ഇനി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവട്ടെ. അതിനുശേഷം പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ജോൺ ചിരിച്ചുകൊണ്ട് മറുപടിയും പറഞ്ഞു. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ. എലിസബത്ത് റൂം വിട്ടിറങ്ങുമ്പോഴും ആയുഷിനെ നോക്കി ഒന്ന് ചിരിച്ചു. തിരിച്ചു ചിരിക്കാതെ ആയുഷിന്റെ മുഖം ഗൗരവമായത് കണ്ടെങ്കിലും എലിസബത്ത് മൈൻഡ് വയ്ക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ വന്ന് മെഡിസിൻ വാങ്ങാനുള്ള ലിസ്റ്റ് ആയുഷിന്റെ കയ്യിൽ കൊടുത്തിട്ട് പോയി. ഞാൻ വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ജോൺ ലിസ്റ്റിനായി കൈനീട്ടിയെങ്കിലും ആയുഷ് കൊടുത്തില്ല. നിങ്ങൾ ഇരിക്കുക, ഞാനിത് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് തന്നെയാണ് ജോണിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. റൂമിനുള്ളിൽ റേഞ്ച് കിട്ടുന്നില്ല എന്ന് കണ്ടതും അയാൾ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ റൂമിൽ ആമിയും അളകയും തനിച്ചായി. അളക ആമിക്ക് ഓപ്പോസിറ്റായി തല ചരിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടക്കുകയാണ്. ആമി ബെഡിൻ്റെ ഓരത്തായി വന്നിരുന്നു. മോളെ. അളകയുടെ കൈത്തണ്ടയിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവർ പതിയെ വിളിച്ചു. ആ വിളി കേട്ടിട്ടും അളക മിഴികൾ തുറന്നതുമില്ല, അവരെ നോക്കിയതുമില്ല. അല്ലേ മോളെ? ഇത്തവണ ആ സ്വരം ആർദ്രമായിരുന്നു. അളകയുടെ മൂക്കിൻ്റെ ഇരുപോളകളും വികർക്കുന്നതും ചുണ്ടുകൾ വിറയ്ക്കുന്നതും ആമി കാണുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ രോക്ഷം തിളയ്ക്കുന്നത് കൊണ്ടാണ് മുഖത്ത് ഇത്തരം ഭാവങ്ങൾ വരുന്നതെന്ന് ആമിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നോട് ഇത്രയും പിണങ്ങാൻ മാത്രം അമ്മ തെറ്റൊന്നും ചെയ്തില്ല മോളെ, എല്ലാം നീ. ആമി വാക്കുകൾ മുഴുവനാക്കുന്നതിന് മുൻപേ അളക മിഴികൾ തുറന്ന് അവരെ രൂക്ഷമായി നോക്കി. അമ്മയോ? ആരുടെ അമ്മ? എൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അളകയുടെ മിഴികളിലപ്പോൾ കനലാളുന്നുണ്ടെന്ന് തോന്നി ആമിക്ക്. മോളെ, ഞാൻ നിന്റെ സ്വന്തം അമ്മയല്ലേ, നിന്നെ പ്രസവിച്ച അമ്മ. ആമിയുടെ മിഴികളിൽ നീർക്കണങ്ങൾ ഉരുണ്ടുകൂടി. അവളുടെ സ്വരത്തിന് വല്ലാത്ത ഇടർച്ചയുണ്ടായിരുന്നു. അമ്മ. അളകയുടെ ചുണ്ടുകൾ പുച്ഛത്തിലൊന്ന് കോടി. അമ്മ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾക്ക്? മക്കളെ പ്രസവിച്ചതുകൊണ്ട് മാത്രം ആരും ഈ ലോകത്ത് അമ്മയാവുന്നില്ല. നൊന്ത് പ്രസവിച്ചില്ലെങ്കിലും ഒരു സ്ത്രീക്ക് അമ്മയാകാം. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിവില്ലാത്ത പുരുഷനും അച്ഛനാകാം. അവർ മക്കളെ ഗർഭം ധരിക്കുന്നത് ഗർഭപാത്രത്തിലല്ല, മനസ്സിലാ. അങ്ങനെ ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ അമ്മ മരിക്കുന്നതുവരെ അതെൻ്റെ സ്വന്തം അമ്മയല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ പൊതിഞ്ഞു പിടിച്ചിരുന്ന അവരുടെ കൈകളിൽ കാപട്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ അമ്മ മതി. പൊയ്ക്കോളൂ, എനിക്ക് നിങ്ങളെ കാണണ്ട. അതും പറഞ്ഞ അളക പിന്നെയും മുഖം തിരിച്ചു കിടന്നു. ഞാൻ പോകാം. ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് കേൾക്കുമോ നീ? എൻ്റെ അപേക്ഷയാണ്. വളരെ താഴ്മയോടെ നേർത്ത സ്വരത്തിലാണ് ആമി അത് പറഞ്ഞത്. എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. പപ്പയുടെ കൂടെ നിങ്ങൾ ആ വീട്ടിലേക്ക് വരുന്നതും നോക്കിയിരിക്കുക ഞാൻ. എന്നേക്കുമായി ആ പടിയിറങ്ങാൻ. പിന്നീട് ഒരിക്കലും ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. പപ്പയ്ക്ക് എന്നെ കാണണമെങ്കിൽ ഞാൻ ഉള്ളിടത്തേക്ക് വരാം. ഉറച്ചതായിരുന്നു അളകയുടെ വാക്കുകൾ. മോള് വിഷമിക്കണ്ട. ഇത്രയും കാലവും പപ്പയോടൊപ്പമല്ലല്ലോ അമ്മ ജീവിച്ചത്. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കും. ഇത്രയും കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പപ്പയ്ക്കെങ്കിലും മോളുടെ സ്നേഹം തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. എൻ്റെ ജീവിതവും ധന്യമായി. ഇനി ഒരിക്കലും നിങ്ങൾക്കിടയിലേക്ക് അമ്മ കടന്നു വരില്ല. പോട്ടെ. മറുപടിക്ക് കാത്തു നിൽക്കാതെ ആമി റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. അല്പസമയത്തിന് ശേഷം ശബ്ദമൊന്നുമില്ലെന്ന് കണ്ടതും അളക തല തിരിച്ചു നോക്കി. മുറിയിൽ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. മോള് വിഷമിക്കണ്ട. ഇത്രയും കാലവും പപ്പയോടൊപ്പമല്ലല്ലോ അമ്മ ജീവിച്ചത്. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കും. ഇത്രയും കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പപ്പയ്ക്കെങ്കിലും മോളുടെ സ്നേഹം തിരിച്ചു കിട്ടിയല്ലോ, അതുമതി. എൻ്റെ ജീവിതവും ധന്യമായി. ഇനി ഒരിക്കലും നിങ്ങൾക്കിടയിലേക്ക് അമ്മ കടന്നു വരില്ല. പോട്ടെ. ആമി ഇറങ്ങിപ്പോയ മുറിയിൽ അവൾ പറഞ്ഞ വാക്കുകൾ പ്രതിധ്വനിക്കുന്നതായി തോന്നി അളകയ്ക്ക്. മനസ്സിൽ തെല്ലും സങ്കടം തോന്നിയില്ല അവൾക്ക്. ഫോൺ വിളി കഴിഞ്ഞ് ജോൺ റൂമിനുള്ളിലേക്ക് എത്തിയപ്പോൾ ആമിയെ അവിടെ എങ്ങും കണ്ടില്ല. മോളെ, അമ്മയെവിടെ? അളക മറുപടിയൊന്നും പറയാതെ തിരിഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ ജോണിന് എന്തോ പന്തികേട് തോന്നി. താൻ ഇവിടെ നിന്നും പോയ സമയത്ത് അമ്മയും മകളും തമ്മിൽ എന്തോ സംസാരം നടന്നിട്ടുണ്ടെന്ന് അയാൾക്ക് വ്യക്തമായി. അളകയുടെ വാക്കുകൾ ആമിയുടെ മനസ്സിനെ മുറിപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് ജോണിന് ഉറപ്പായിരുന്നു. മോളെ എന്ന് വിളിച്ച് എന്തോ ചോദിക്കാൻ നിന്ന നിമിഷത്തിലാണ് മരുന്നുമായി ആയിഷ് റൂമിലേക്ക് എത്തിയത്. ചിറ്റ തനിച്ച് പോയതെന്ത് എങ്കിൽ? അങ്കിളിന് പോകാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നോ?
ആയുഷ് കുറ്റപ്പെടുത്തുന്നത് പോലെ ജോണിനെ നോക്കി. അച്ചോ, നീ പോയതിന് പിന്നാലെ എനിക്കൊരു കോൾ വന്നു. ഇവിടെ റേഞ്ച് കിട്ടാത്തതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് സംസാരിച്ചത്. തിരിച്ചു വരുമ്പോൾ റൂമിൽ ആമയുണ്ടായിരുന്നില്ല. അവൾ എവിടെയെന്ന് ഞാൻ മോളോട് ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് നീ കയറി വന്നത്. ജോൺ പറഞ്ഞത് കേട്ട് ആയുഷ് അളകയെ നോക്കി. താനും മംഗളും ഇവിടെ ഇല്ലാത്ത സമയത്ത് ചിറ്റ നന്ദയോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാകുമെന്നും മനസ്സിനെ മുറപ്പെടുത്തുന്ന രീതിയിൽ നന്ദ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടാകും എന്നും ആയുഷിന് മനസ്സിലായി. നന്ദ, ചിറ്റ എന്താ പോകാൻ കാരണം? നീ എന്തെങ്കിലും മോശമായി പറഞ്ഞോ? ആയുഷിന്റെ ചോദ്യത്തിന് അളക മറുപടി ഒന്നും പറഞ്ഞില്ല. നന്ദ, നിന്നോടാ ഞാൻ ചോദിച്ചത്. ഇത്തവണ ആയുഷിന്റെ ചോദ്യം കുറച്ച് സ്ട്രോങ്ങിലായിരുന്നു. പെട്ടെന്ന് തലതിരിച്ചവൾ അവനെ നോക്കി. അവന്റെ പൂച്ചക്കണ്ണുകളിൽ അന്നേരം ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം അന്നവന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് ഭയം തോന്നി. എനിക്കിഷ്ടമല്ല അവരോട് സംസാരിക്കാൻ. ഞാൻ അവരുടെ ആരുമല്ലല്ലോ. പിന്നെന്തിനാ അവരെന്നോട് സംസാരിക്കുന്നത്? അവന്റെ കണ്ണുകളിലേക്ക് നോക്കാതെയാണ് അവൾ അത്രയും പറഞ്ഞത്. നന്ദ, നീ... അവൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും ജോൺ കൈകൊണ്ട് വിലക്കി. അച്ചു, ഇപ്പോൾ മോളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന വാക്കുകളൊന്നും പറയണ്ട. അങ്കിൾ, എൻ്റെ ചിറ്റ, ഇവളെന്തറിഞ്ഞിട്ട് ആ തരത്തിൽ ചിറ്റയോട് സംസാരിച്ചത്? ചിറ്റയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. കലിതുള്ളി നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി അളക. അതെന്താ, അവർക്ക് മാത്രമേ മനസ്സ് വേദനിക്കൂ? എനിക്ക് ഈ മനസ്സെന്ന് പറയുന്ന സംഭവം ഇല്ലേ? എടി, നീ പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? അത് നിന്റെ അമ്മയാണ്, നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സ്ത്രീ. അവർ അറിഞ്ഞുകൊണ്ട് നിന്നെ ഉപേക്ഷിച്ചതല്ലല്ലോ, ആണോ? ഇത്രയും നാളും സ്നേഹിച്ച പുരുഷനെയും മരിച്ചുപോയ കുഞ്ഞിനെയും ഓർത്ത് ഉള്ളൊരുകി കഴിഞ്ഞ സ്ത്രീയാവർ. ആയുഷ് ഒരു നിമിഷം നിന്ന് കിതച്ചു. അതെല്ലാം ശരി തന്നെ, അല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. എന്നെങ്കിലും എൻ്റെ അമ്മ എന്നെ തിരിച്ചറിയുമെന്നും എന്നെ സ്നേഹിക്കുമെന്നും കരുതി തന്നെയാ ഞാനും കാത്തിരുന്നത്. എന്നിട്ട് ഞാൻ മകളാണെന്ന് ആ CI പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ വാക്കുകളൊന്നും അച്ചുവേട്ടൻ മറന്നിട്ടില്ലല്ലോ. അച്ചുവേട്ടൻ മറന്നാലും ഞാൻ മറക്കില്ല. മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ കേസ് അന്വേഷണത്തെക്കുറിച്ച് CI പറഞ്ഞപ്പോൾ എന്താ അവർ പറഞ്ഞത്? ആ കാര്യങ്ങൾ ചോദിക്കാനായി തറവാടിൻ്റെ മുറ്റത്തേക്ക് വരരുതെന്ന് അല്ലേ? ഒന്നുകിൽ ഓഫീസിലേക്ക് പോകാൻ, അല്ലെങ്കിൽ എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ. അങ്ങനെയല്ലേ പറഞ്ഞത്? അച്ചുവേട്ടനും കാതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ മാത്രം കേട്ട കാര്യങ്ങളല്ലല്ലോ ഇതൊന്നും. അന്നെന്തേ അച്ചുവേട്ടന് എൻ്റെ മനസ്സ് വേദനിക്കുമെന്ന് തോന്നാതിരുന്നത്? അച്ചുവേട്ടൻ്റെ മനസ്സിൽ അവരോളം സ്ഥാനം എനിക്കില്ലാത്തതുകൊണ്ടാ? ആയുഷ് അവളുടെ നേർക്ക് നോക്കി ദേഷ്യം കടിച്ചമർത്തി. എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്തതിന് പല്ല് കടിച്ച് പൊട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. അവൻ അല്പനേരം അവളെ നോക്കി നിന്നു. എന്നിട്ട് ഇത്രമാത്രം പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് നീ നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷവും ഓർത്ത് ഒരിക്കൽ നീ നെഞ്ചു പൊട്ടിക്കരയും. അന്ന് സാന്ത്വനിപ്പിക്കാൻ എന്നെ വിളിച്ചു പോകരുത്.